ഹലോ ഗായ്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ലുക്ക്, അതായത് ഒരു നാടൻ ലുക്കാണ്. പൗഡറും കാര്യങ്ങളൊന്നും ഇടാതെ എങ്ങനെ സിമ്പിളായിട്ട് ഒരുങ്ങിയിട്ട് നമുക്ക് പുറത്ത് പോകാമെന്നുള്ളത് നോക്കല്ലേ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഐബ്രോ ആണ് വേണ്ടത്. ഐബ്രോ ബ്ലാക്ക് ഷെയ്ഡ് ഐബ്രോ ആണ്. അത് വെച്ചിട്ട് നമ്മളൊന്ന് പിരികൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. കറക്റ്റ് ഓരോ മുക്കും മൂലയൊക്കെ നല്ല ബ്ലാക്ക് കളറിൽ നല്ലതുപോലെ ഐബ്രോ ലൈന് നല്ലതുപോലെ ഫിനിഷിംഗ് ലുക്കിൽ ആക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടനും കൂടി ഒന്ന് അമർത്തിയേക്ക്. അപ്പോൾ ഐബ്രോ നല്ല ഫിനിഷൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായി നമ്മൾ കൺമഷിയാണ്. അതായത് നാടൻ ലുക്കിലേക്ക് എത്തണമെങ്കിൽ കൺമഷി മസ്റ്റാണല്ലോ. അപ്പോൾ നമ്മൾ കൺമഷിയും ഐബ്രോ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൺമഷി കൊണ്ട് ആദ്യം കണ്ണൊന്ന് ജസ്റ്റ് എഴുതി കൊടുത്തതിന് ശേഷം നമുക്ക് ഐബ്രോ പെൻസിൽ ഉപയോഗിച്ച് നമുക്ക് കണ്ണ് ഒന്നുകൂടി എഴുതി കൊടുക്കാം കേട്ടോ. അൽനിയർ ഉപയോഗിക്കുന്നവർക്ക് അത് ഉപയോഗിക്കാം. പക്ഷെ നമ്മൾ നാടൻ ലുക്കാണല്ലോ, അപ്പോൾ നമുക്ക് കൺമഷിയാണ് മസ്റ്റ്. നല്ല എരിയാത്ത കൺമഷിയാണെങ്കിൽ ബെസ്റ്റ് കേട്ടോ. എരിയുന്നതാണെങ്കിൽ പിന്നെ മതിയാവും. അപ്പോൾ നമ്മൾ കൺമഷി എഴുതി കൊടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് ലുക്ക് കൺമഷി എഴുതിയപ്പോൾ? ഇനി നമ്മൾ ഐബ്രോ ആണ്, അത് നമ്മൾ ഐബ്രോ സ്റ്റിക്ക് ഉണ്ടാവും. അപ്പോൾ അതാണ് നമ്മൾ അടുത്ത് എഴുതാൻ പോകുന്നത്. അത് ആ കൺമഷി എഴുതിയതിൻ്റെ മേലെ കൂടെ തന്നെ എഴുതുക. ഒന്നുകൂടി ബ്ലാക്ക് ആക്കിയിട്ട് കണ്ണൊന്നുകൂടി ഹൈലൈറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് രണ്ടെണ്ണം മിക്സ് ചെയ്തിട്ട് എഴുതണത്. നമുക്ക് ഒന്ന് വേണമെങ്കിൽ ഒന്ന് എഴുതാം, കൺമഷി വേണമെങ്കിൽ കൺമഷി മാത്രം ഇടാം, അല്ലെങ്കിൽ ഇതിടാം. ഞാൻ ഒന്നുകൂടി കണ്ണ് ഹൈലൈറ്റായി കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ രണ്ടും യൂസ് ചെയ്യണത്. ഇപ്പം തന്നെ കണ്ടില്ലേ, കണ്ണൊരു ഗ്ലേസിങ് തോന്നണില്ലേ. ഇനി നമുക്ക് പൊട്ടുകൂടി തൊട്ട് കഴിഞ്ഞാൽ ആ ഒരു ഭാഗം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ലിപ്പാണ്. ലിപ്പിൽ ലിപ്സ്റ്റിക് കൂടി ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ഭാഗം കൂടി കംപ്ലീറ്റ് ആവും. നമുക്ക് ഏത് ഷെയ്ഡാണോ മാച്ച്. ഞാനിവിടെ ഒരു ലൈറ്റ് റോസ് കളറാണ്. ഞാൻ മുകൾ ഭാഗത്ത് ഇടാറില്ല കേട്ടോ ലിപ്സ്റ്റിക്ക്. താഴ്ഭാഗത്ത് മാത്രമേ അപ്ലൈ ചെയ്യാറുള്ളൂ. മുകൾ ഭാഗത്ത് ഓൾറെഡി എൻ്റെ ചുണ്ടിന് ബ്ലാക്ക് കളറായതുകൊണ്ട് താഴത്തെ ഭാഗത്ത് മാത്രമേ ഇടാറുള്ളൂ. അപ്പോൾ നമുക്കത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് റെഡിയാക്കി എടുക്കാം. അങ്ങനെ ഫേസ് ഫുള്ള് കംപ്ലീറ്റ് മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കണ്ടോ. സിമ്പിളാണ്, ഒരു നാടൻ ലുക്കൊക്കെ വരുന്നില്ല. ഇനി നമുക്ക് ഹെയറാണ്. എൻ്റെ ഹെയർ എന്ന് പറയുന്നത് നല്ല ചുരുണ്ട ഹെയറാണ്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഒതുക്കി കെട്ടുന്നുള്ളൂ. രണ്ട് ഭാഗത്തുനിന്ന് ഹെയർ എടുത്തിട്ട് ക്രാബ് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് ഇടുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെയുണ്ട് നമ്മുടെ ലുക്ക്? ഇനി നമുക്ക് സിന്ദൂരോട് ഇടണം, അത് മസ്റ്റാണല്ലോ. അപ്പോൾ ഞാനിവിടെ സിന്ദൂരല്ല യൂസ് ചെയ്യണത്, സിന്ദൂരത്തിൻ്റെ മറ്റേ സ്റ്റിക്ക് ഉണ്ടല്ലോ, അതാണ് യൂസ് ചെയ്യണത്. അതാകുമ്പോൾ വെള്ളമൊന്ന് തട്ടുമ്പോൾ അങ്ങനെ പോകാനുള്ള ചാൻസ് കുറവാണ്. സിന്ദൂരമാകുമ്പോൾ പൊടിയാകുമ്പോൾ അത് വേഗം ഇളകി പോകാനും സ്പ്രെഡ് ആവാനൊക്കെ അതുണ്ട്. ഇതാകുമ്പോൾ അതൊന്നും ചെയ്യില്ല. അപ്പോൾ കണ്ടില്ലേ എങ്ങനെയുണ്ട്? ഇനി നമുക്ക് എൻ്റെ ഫേവററ്റ് ജിമിക്ക കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് പറയണേ. ഇഷ്ടപ്പെട്ട ലൈക്കും ചെയ്യണം കേട്ടോ. ഇനി നമ്മൾ ആ ഫ്രണ്ടത്തെ ആ മുടികളിലൊന്ന് മുകൾക്കൊന്ന് വലിച്ചു കഴിഞ്ഞാൽ ആ ഭാഗം ഒന്ന് പൊങ്ങി നിൽക്കും. അതായത് ഒന്നുകൂടി ഉള്ളിലെ പോലെ തോന്നിക്കും. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളെ ഫൈനൽ ലുക്ക്? അടിപൊളിയല്ലേ? സിമ്പിളായിട്ട് നമുക്ക് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് വേഗത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ലുക്ക് കേട്ടോ. പൗഡറും കാര്യങ്ങളും യൂസ് ചെയ്യാതെയാണ് ഞാനൊരു ലുക്ക് ഇങ്ങനെ ക്രിയേറ്റ് എടുത്തത്. അപ്പോൾ എങ്ങനെയുണ്ട്? ടാറ്റാ ബൈ ബൈ, സീ യു.